ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACB അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2026 എന്ന് പറയുന്നത് അവസരങ്ങളുടെ വർഷമാണ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ? അവസരങ്ങളുടെ വർഷമാണ്. എന്തുകൊണ്ടാണ് അവസരങ്ങളുടെ വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കാരണം 2025 പോലുള്ള സമയത്ത് നമ്മളെല്ലാം തന്നെ കാലങ്ങളായി കാത്തിരുന്ന ഒരുപാട് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻസ് വന്നിരുന്ന സമയമാണ് അല്ലേ? ഒരുപാട് പരീക്ഷകൾ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കാത്തിരുന്ന് വന്നതിന് ശേഷം നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന വർഷമാണ് 2025 വർഷ അവസാനത്തോടു കൂടി തന്നെ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങൾ, കുറ്റവർഷം ജനുവരി മാസങ്ങളിലായിട്ട് വന്നിട്ടുണ്ടാകുന്ന നോട്ടിഫിക്കേഷൻസ് പറയുന്നത് ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചുള്ള അവന് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന പറയുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് അല്ലേ? അപ്പോൾ 2026 വന്നിട്ടുണ്ടായിരുന്ന എക്സാമിനേഷൻസിന് നിങ്ങൾ തയ്യാറെടുക്കണോ വേണ്ടായോ എന്നുള്ള സംശയം ഇപ്പോഴും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട് അല്ലേ? ഇപ്പോൾ പഠിക്കണോ അതോ ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയുള്ള സംശയം നിലനിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ ചുറ്റുപാട് ഈ പറയുന്ന രീതിയിൽ അഹോരാത്രം പണിയെടുത്തുകൊണ്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും കാണും. അതേപോലെ തന്നെ ഇത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന മേഖലയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് വഴിമാറി പോകുന്ന ഉദ്യോഗാർത്ഥികളും കാണും. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ പല പരീക്ഷകളായിട്ട് എഴുതിയിട്ട് മനസ്സുനൊന്ന് നിർത്തിപ്പോയിട്ടുണ്ടാകുന്ന ഉദ്യോഗാർത്ഥികൾ കാണും. അതേപോലെ സ്വയം സംശയിച്ചുകൊണ്ട് സെൽഫ് ഡൗട്ട് ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന പരീക്ഷകളിൽ അപ്പയർ ചെയ്യാൻ ഒരു പേടിയുള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് അപ്പയർ ചെയ്യാൻ മടിക്കുന്ന ആളുകളും കാണും. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, 2026 നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം നോക്കി, പ്രധാനമായിട്ട് ഒരുപാട് എക്സാമിനേഷൻസ് ഉണ്ട്. കമ്പനി ബോർഡിൻ്റെ എക്സാമിനേഷൻസ് ഉണ്ട്, KSEB മറ്റ് എക്സാമിനേഷൻസ് ഉണ്ട്, എക്സൈസിലേക്ക്, പോലീസിലേക്ക്, ഫയർഫോഴ്സിലേക്ക് മറ്റുമായിട്ട് ഒരുപാട് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, ഈ പറയുന്ന വുമൺ സിവിൽ പോലീസ് ഓഫീസർ, അതേപോലെ തന്നെ എന്താണ് നോക്കി പോലീസുകളിലേക്ക്, അതേപോലെ തന്നെ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ്, നമ്മുടെ ജയിലുകളിലേക്ക് അല്ലേ? അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക്, SBCIDയിലേക്ക്, ഡിഗ്രി വരെ പരീക്ഷ മാത്രം എടുത്തോണ്ട് SBCID, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലേ? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കിയേ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സുകളിലേക്ക്, ബിവറേജസ് കോർപ്പറേഷൻ LDയിലേക്ക്, കമ്പനി ബോർഡ് LGSലേക്ക്, വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റിലേക്ക്. ഇതൊക്കെ ഞാൻ പറയുന്നത് കോമൺ ആയിട്ട് ഒരു PSC ഉദ്യോഗാർത്ഥി പ്രധാനമായിട്ട് എഴുതുന്ന കുറച്ച് പരീക്ഷകളാണ്. അത് കൂടാതെ തന്നെ ഒരുപാട് മറ്റു പരീക്ഷകളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്കുള്ള ഒരു സമയമാണ്. അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു സമയമാണ്. പരീക്ഷകളെന്ന് പറയുന്നത് നമുക്കൊരു ജോലി നേടിയെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ജീവിതം സെറ്റിൽ ചെയ്യാനുള്ള ഒരു വഴിയും കൂടിയാണ്. ഒരു 10-18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനറിയാം അതിൻ്റെ വേദന എന്താണെന്നുള്ളത് അല്ലേ? എല്ലാവരും ഈ പറയുന്ന രീതിയിൽ ജോലി ആയില്ലേന്ന് ചോദിക്കും. ജോലി ആയില്ലേന്ന് ചോദിക്കുന്നത് മാത്രമല്ല, ഒരു ചായ കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 10 പൈസ മേടിക്കുന്നുള്ള വിഷമം എന്താണെന്നുള്ളത് ഈ പറയുന്ന അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ദുരിതങ്ങളുണ്ട്. എന്നാൽ മറ്റ് ജോലികളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു കോർപ്പറേറ്റ് സെക്ടറിലേക്ക് പോകാൻ, ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ പോലെ രാജ്യത്ത് ഈ പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാ പ്രൈവറ്റ് ജോലികൾക്കും തന്നെ ഒരു ജോബ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം അല്ലേ? ഉണ്ട്, ചിലപ്പോൾ കമ്പനികൾക്ക് കാണും അല്ലേ? എന്നിരുന്നാലും നമ്മൾ കരുതുന്ന പോലെ നാളെ കാലത്ത് ഈ പറയാം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വരും വർഷങ്ങളിൽ എനിക്ക് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള സംശയം ആയിക്കോട്ടെ, നാളെ കാലത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെല്ലാം AI റീപ്ലേസ് ചെയ്യാമെന്നുള്ള സംശയമുള്ളവരായിക്കോട്ടെ അല്ലേ? ഈ പറയുന്ന എൻ്റെ കുടുംബം എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന രീതിയിലെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ, സാമ്പത്തികമായ ഞെരുക്കങ്ങളൊന്നുമില്ലാതെ തന്നെ വളരെ സെക്യൂറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇല്ലാത്ത പക്ഷങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ ഗവൺമെൻറ് ജോലികൾ എന്ന് പറയുന്നത് അല്ലേ? അത് നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ? അതേപോലെ തന്നെ പല നെഗറ്റീവും പല ഭാഗങ്ങളും ഉണ്ടാവാറുണ്ട്. അതിനകത്ത് ചിലതിനൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കഴമ്പുള്ളതാണ്. ഈ പറഞ്ഞ നിയമനങ്ങൾ പഴയ പോലെ രീതിയിൽ ചിലപ്പോൾ വന്നെന്ന് വരില്ല, ഒരുപാട് പേരെ എടുത്തെന്ന് വരില്ല, ഒരുപാട് പരീക്ഷകൾ പണ്ട് രീതി നടത്തിയ പോലെ നടത്തിയെന്നും വരില്ല. പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് പണ്ട് മുതലുള്ള ഒരു ട്രെൻഡ് ആയിരുന്നു. റാങ്ക് ലിസ്റ്റ് കയറി പറ്റുക എന്നുള്ള ട്രെൻഡ് കഴിഞ്ഞു, അത് മരിച്ചു. ഇനിയുള്ളത് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലേക്ക് എത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ കുറച്ച് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിൽ പരിശ്രമിക്കാതെ തന്നെ ഒരു കൊടുമുടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കീഴ്പ്പെടുത്താൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഞാൻ ഈ പറയുന്ന രീതിയിൽ മോട്ടിവേഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, മോട്ടിവേഷൻ തരാൻ ഞാൻ ആളുമല്ല. ഓക്കെ,
കാരണം മോട്ടിവേഷൻ എത്ര തന്നെന്ന് പറഞ്ഞാലും പ്രധാനമായിട്ടും നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ തുടങ്ങാത്ത പക്ഷം നമ്മൾ എവിടെ എത്തത്തില്ല. എവിടെ ശരിയാണ്, അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഈ വർഷം വെറുതെ അടുത്ത വർഷത്തേക്ക് മാത്രം മാറ്റി വെച്ചുകൊണ്ട് പഠിക്കുകയാണോ അതോ ഈ വർഷം തന്നെ പഠിച്ചു തുടങ്ങാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളത്. കാരണം അടുത്ത വർഷം എന്ന് പറയുന്നത് അവസരങ്ങൾ നിഷേധിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പിന്നെയും PSCയിലേക്ക് കടന്നു വരുന്ന ഒരു വർഷമാണ്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം പയറ്റി നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ തിരിച്ച് ഈ യുദ്ധത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ ഈ സാഹചര്യത്തിൽ കിട്ടുന്ന അവസരങ്ങളിൽ കയറി പോകാൻ ശ്രമിക്കുന്നോ അതോ ഇവിടെ തന്നെ ഇരിക്കണോ എന്നുള്ളത് ചിന്തിക്കുക. ടെൻഷൻ അടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ തന്നെ ഉത്തരം കിട്ടുന്നതാണ്. ഇത് പ്രധാനമായിട്ട് ഈ പറയുന്ന രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, സ്വയം ഡൗട്ട് അടിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങളെക്കൊണ്ട് പറ്റും, നിങ്ങളെക്കൊണ്ട് സാധിക്കും. ആ ഒരു ആത്മവിശ്വാസത്തിൽ എന്ത് ചെയ്യുക, ഇറങ്ങിത്തിരിക്കുക. പരീക്ഷകൾ പൊതുവെ ഈ പറയുന്ന രീതിയിൽ ജോലി നേടിത്തരിക മാത്രമല്ല ചെയ്യുന്നത്, ഒന്നിൽ പഴിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് നമുക്ക് ഓടാനുണ്ട് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു കാര്യം എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളതും ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതും എന്ത് ചെയ്യും, ഈ പരീക്ഷകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നേടിയെടുക്കും എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത പറയുന്നത്. അപ്പോൾ എവിടെയും ഈ പറഞ്ഞ തളർന്ന് വീഴരുത്, എഴുന്നേൽക്കുക, ഓടുക, പരമാവധി സ്പീഡിൽ ഓടുക. ഈ പറയുന്ന രീതിയിൽ ജയവും തോൽവിയൊക്കെ പിന്നെയാണ് അല്ലേ. ഇവിടെ പറയാറില്ലേ, കർമ്മം ചെയ്യുക ഫലം ഇച്ഛിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ ഈ പറയുന്ന അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, പരീക്ഷകൾക്കെല്ലാം തന്നെ ഇപ്പോൾ CPO ലെവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ സല്യൂട്ട് പോലെ ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂണിഫോം ജോബുകൾക്ക് വേണ്ടിയിട്ട്. DDL പരീക്ഷകളായിക്കോട്ടെ, ഇപ്പോൾ SB CID ആയിക്കോട്ടെ, പോലീസുകളായിക്കോട്ടെ, മറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10th പരീക്ഷകൾക്ക് വേണ്ടി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഓക്കെ, ഇത് സാധാരണമായിട്ട് നമ്മൾ തമ്മിലുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന രീതിയിൽ ഒരു ഡൗട്ട് അടിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഡൗട്ട് അടിച്ചിരുന്ന സുഹൃത്തിന് എന്ത് ചെയ്യുക, ഇത് അയച്ചു കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയുക, അല്ലെ അവരുടെ അടുത്ത് പറയുക, നിങ്ങൾ എന്ത് തീരുമാനിച്ചു എന്നുള്ള ചോദ്യം എന്ത് ചെയ്യുക, സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക. താങ്ക് യു, വീണ്ടും കാണാം.